അച്ഛാ വരൂ, നമുക്ക് പോവാം. അമ്മിണി, അമ്മിണി ഇങ്ങ് വാ. നീ ഇന്ന് സ്കൂളിൽ വരുന്നില്ലേ? നോട്ട് പുസ്തകമല്ല, ഞാൻ വരുന്നില്ല. പോണ്ടടി, പോണ്ട. നോട്ട് പുസ്തകം ഉള്ളതെല്ലാം വിറ്റു പിറക്കി ഒരുത്തിയെ പഠിപ്പിച്ചിട്ട് അവളിപ്പോ രാജ്യം ഭരിക്കുകയില്ലയോ? ഗോപാലൻകുട്ടി, കാപ്പി. ഗോപാലൻകുട്ടി, കാപ്പി എവിടാ കഴുതേ? അവന്റെ റെഡി. എന്തൊരു വേദന. എക്സ്ട്രാ പൗണ്ട്. ഇവന്മാരുടെ പേര് പറയുന്നത് എക്സ്ട്രാ പൗണ്ട്, കസാൻ ടാക്കീസ്, റോസിസ്റ്റ ക്രിസ്റ്റീന, പുലത്തിൽ കുഞ്ഞബ്ദുള്ള. ക്രിസ്റ്റീന പോയി കാപ്പി എടുത്തോടാ. ഗോപാലൻകുട്ടി, എന്തോ ഇങ്ങനെ പോയാൽ പറ്റില്ല. എങ്ങനെ സാർ? നിന്റെ ഈ ക്രിസ്റ്റീന ഗുൽഫിയും എന്റെ അടുക്കള പണി. അതെ, ഞാൻ എന്റെ ഈ കുലത്തൊഴിൽ. എടാ, നീ 28 ഏകാദശിയും 2 പട്ടിണിയുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാ നിനക്ക് എന്റെ അടുക്കള ഞാൻ ജോലി തരുന്നത്. അങ്ങനെ സാറിന്റെ അടുക്കളയിൽ നിന്നും ഒരു എഴുത്തുകാരൻ പൊട്ടിവിടർന്നു. അതാണ് ഞാൻ. പക്ഷേ ആ സത്യം ഞാൻ ഇന്നും നിഷേധിക്കുന്നില്ല സാർ. എടാടാ, നിന്റെ ഈ സിനിമയിലെ ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീ എന്റെ അടുക്കള ജോലിക്കാരനാ. എന്ത് പറയുന്നു ഗോപാലൻകുട്ടി? പക്ഷേ എന്റെ ജന്മസിദ്ധമായ വാസനാ വൈഭവം. ആ ജന്മസിദ്ധമായ ഈ നാറ്റം നിന്റെ വർഗത്തിനുള്ളതാ. ആ ലെവലാദികൾ. സാറിന് ഈ സൃഷ്ടിയുടെ വേദന അറിഞ്ഞുകൂടാത്തോണ്ട്. സൃഷ്ടിയുടെ വേദന മണ്ണാകട്ടിയാ. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. പോയി കാപ്പി എടുത്തോടാ. കാപ്പി ഉണ്ട് സാർ. കാപ്പി വേറെ, സാഹിത്യം വേറെ, ചായ വേറെ, ചാരായം വേറെ. ആ വരുന്ന ഉരുപ്പിടി ഏതാടാ? അത് നമ്മുടെ മാരാരുടെ മോള് നന്ദിനിക്കുട്ടിയല്ലേ? ചേടാ, ഇവൾ ആളങ്ങ് മാറിപ്പോയല്ലോ. ഇവളിപ്പോ എന്ത് ചെയ്യുന്നു? ജോലിയൊന്നും ഇല്ലെന്നേ, ഏതാണ്ടൊക്കെ പഠിച്ച് സർട്ടിഫിക്കറ്റും വാങ്ങി വീട്ടിലിരിക്കുക. ഇവളുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ആ, അവള് നമ്മുടെ ഈപ്പച്ചന്റെ എസ്റ്റേറ്റിൽ ടാപ്പിങ്ങിന് വന്ന ഒരു തലശ്ശേരിക്കാരൻ കൂടി അങ്ങ് പോയി. ഓഹോ. വെറുതെ നേരം കളയണ്ട ആശാനെ, അവൾ അങ്ങനൊന്നും വീഴുന്ന സൈസ് അല്ല. ഒന്ന് ചുമ്മാ തിരിയുടെ എണ്ണപ്പാടങ്ങളിൽ ഇതുപോലുള്ള എത്ര എണ്ണത്തിനെ കണ്ടതാ. ആ, കിട്ടുന്നതും വാങ്ങി വരട്ടെന്ന്. ഹലോ നന്ദിനി, എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല കേട്ടോ. ആ, കണ്ടിട്ട് 4-5 വർഷമായല്ലോ. ഞാനിപ്പോ ഗൾഫിലാ. നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കാൻ ഒക്കൂ. ഇപ്പൊ ദൈവം സഹായിച്ച് നല്ലൊരു ജോലിയുണ്ട്. 4000 റിയാലാണ് ശമ്പളം. ഇന്ത്യൻ മണി 9000 റുപ്പീസ്. ബൈ ദ വേ, നന്ദിനിക്ക് ജോലി ഒന്നായില്ലേ? ഇല്ല. ഇതൊരു നശിച്ച നാടാണെന്നേ. ഞാൻ പോട്ടെ. അല്ല, ഇതാര്? ഇങ്ങോട്ടിരുന്നാട്ടെ. ഇരിക്കുന്നില്ല. ഈ പാവപ്പെട്ടവന്റെ കുടിലേക്ക് വരാൻ തറവാട്ടമ്മയ്ക്ക് തോന്നുക എന്താണാവോ? കളിയാക്കുകയാണെങ്കിൽ ഞാൻ പോകുന്നു. നിക്കുന്നേ. എന്നാലേ ഇനി കളിയില്ല, കാര്യം. നമുക്ക് കഴിഞ്ഞ ലോകസഭ ഇലക്ഷനെ പറ്റി സംസാരിക്കാം. എന്താ ഈ വാറോലി ഏതാ?
ഇത് വാറോലല്ല, കുങ്കുമ. ഓഹോ, അപ്പോ എന്റെ കവിത ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ വന്നതായിരിക്കും. അതെ, മനോഹരമായിരിക്കുന്നു. വളരെ നന്ദി. ഈ കവിതയൊക്കെ എഴുതുന്നത് മറ്റാരെങ്കിലും ആണെന്ന് തോന്നുന്നു. കവിതയിൽ മുഴുവനും ദുഃഖമല്ലേ? എന്നും തമാശ മാത്രം പറയുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമോ? ഏതായാലും കവിയെ വേദനിപ്പിക്കുന്ന പെണ്ണിനോട് എനിക്ക് ദേഷ്യമാണ്. എന്താ അത് മോളെ? ഒരു ഇന്റർവ്യൂ കാർഡാണ് അച്ഛാ, വനിതാ പോലീസിലേക്ക്. പോലീസിലേക്കോ? ഇനി അതും കൂടിയല്ലേ ബാക്കിയുള്ളൂ. നമുക്ക് ശ്രമിക്കാനല്ലേ പറ്റൂ അച്ഛാ. എന്നാ മോളെ പോണ്ടത്? തിങ്കളാഴ്ച. വഴിച്ചെലവിന് ഇനി ആരുടെ കാലാ പിടിക്കുക? അയ്യോ, മോളെ കുഴമ്പെരിപ്പോട്ടോ കുപ്പിയില്. അയ്യോ, ഉണ്ണി വരട്ടെ അച്ഛാ, ഒന്നുകൂടെ വൈദ്യരുടെ അടുത്തേക്ക് അയച്ചു നോക്കും. അയ്യോ, ഇതൊക്കെ മാരാർ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതല്ലേ? വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ്. ഇത്തവണ ദൈവകടാക്ഷം കൊണ്ട് എന്റെ മൂക്ക് ജോലി കിട്ടും. പറഞ്ഞിട്ടെന്താ കാര്യം? കാശ് വേണ്ടേ? മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതല്ല. ആവുന്ന കാലത്ത് ചെണ്ടയും മദ്ദളും ഒക്കെ ആയിട്ട് നടന്നു. സമ്പാദിക്കാൻ സാധിച്ചത് പട്ടിണി മാത്രം. ശരി, ഇതൊന്നും ഉണ്ടായിട്ട് തരുന്നതല്ല. ഇനിയും വന്നെന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഇല്ല. ആ, ജോലി കിട്ടുന്നത് വരെ എന്റെ കുട്ടികൾക്ക് കുറച്ച് നൃത്തം പഠിപ്പിച്ചു കൊടുക്കാൻ മകളോട് പറയും. ഓ, എന്താ നന്ദിനി, ഈ തെങ്ങോല വെട്ടിലും തീയൂതലും ഒക്കെ നിർത്തിയിട്ട് വല്ല ജോലിയും ചെയ്യണ്ടേ? ശനിദശ ഒഴിഞ്ഞു തോന്നുന്നു. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചതിന്റെ ഇന്റർവ്യൂ കാർഡ് വന്നു. ഓ, ഗുഡ്. ഉണ്ണിയും കൊണ്ട് ഞാനിപ്പോ പോവും. പോലീസ് വേഷത്തിൽ നന്ദിനിയെ കാണാൻ നല്ല തമാശ ആയിരിക്കും. മിസ് സീമന്തിനി, ഇതില് എഴുതിയ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണം. എന്നാ കാശ് ഇത് നീ എടുത്തു. പിന്നെ എന്റെ കൂടെ താമസിക്കുന്ന ഒരു മാഷില്ലേ, അയാൾ കാണാതെ ഇത് ഇവിടെ കൊണ്ടുതരണം. വേമ്പോ ഒന്ന് ഓർഡറാ. എടാടാ, ഇവിടെ വാ, ഇങ്ങോട്ട് മാറി നിൽക്കേ.
നീ ഏതാടാ? ഞാൻ ഉം. ഗോപാലേട്ടൻ ഏ? പച്ചക്കറി പച്ചക്കറി എന്തോന്നാടാ? ഗോപാലേട്ടൻ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞു. ഓ, ഗോലൻകുട്ടി, ഗോലൻകുട്ടി, നന്ദോ കഴുതന്റെ കയ്യിലും കുത്തപ്പോഴേ ആലോചിച്ച എന്തോ ഒരു അത്യാവശ്യം. എന്നെ വിളിച്ചോ? ഡാ, ഡാ, ഡാ. ഓ, ഇവിടെയാ ഇങ്ങോട്ട് മാറിയേക്ക്. ഇങ്ങോട്ട്. ഇവൻ എന്താണോ നിന്നോട് പറഞ്ഞത്? ഏ? ഇതെന്നു മുതലാടാ? ഈ പയ്യനെ കുറിച്ചാണോ സർ? അതെ സാർ, ഈ പയ്യനെ കുറിച്ച് തന്നെ. അവനെന്റെ സെർവന്റ് സർ. ഏ? സെർവന്റ്. നീ ആരടാ അല്പപ്രാണി? സാർ, എന്നെ പോലുള്ള സാഹിത്യകാരൻ മാർക്കറ്റിൽ പോയി പച്ചക്കറികളും മത്സ്യമാംസാദികളും വാങ്ങിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് ഈ ലോക സാഹിത്യത്തിന് തന്നെ അപമാനമാണ് സാർ. ആഹാ, ഉവ്വ. ഇങ്ങോട്ട് മാറി നിൽക്കേ. ഓ. മര്യാദക്ക് ബാഗ് വാങ്ങിച്ച് മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ടോ. സഞ്ജയ. എടാ, ഓ, എന്തോ പോയി വാങ്ങിച്ചോണ്ട് വാടാ. ഇല്ല, അത് വെറുതെ ഒരു കേറി പോടി. അപ്പുകുട്ടനല്ലേ? ഓ തന്നെ. കുറെ കാലമായി ഞാനിത് സഹിക്കുന്നു. ഇനി എന്നെ കൊണ്ടിത് പറ്റില്ല. ഞാൻ പോവുക. എന്താ ചേച്ചി? എവിടെ? എല്ലാം അവള് തന്നെ പറയും. രാധാമണി, ഞാൻ പോകുന്നു. അപ്പുകുട്ട, അപ്പുകുട്ടൻ ദേഷ്യപ്പെട്ടു പോവുകയാണോ? അല്ല, എനിക്ക് പരമ സന്തോഷ. ഒരു തെറ്റ് ഞാൻ ചെയ്തു. നിങ്ങളുടെ മോളെ ഞാൻ കെട്ടി. ഒരു കൊച്ചുവായി. എന്താടി ഇതൊക്കെ? ഇതെല്ലാം എന്റെ വിധിയാണ് അച്ഛാ. എടുത്തുചാടി പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആടി. ഞാൻ അന്നേ പറഞ്ഞല്ലോ അവൻ കൊണ്ടുവരാത്തവനാണെന്ന്. ഓ, വലിയ സ്നേഹമായിരുന്നല്ലോ. സ്നേഹം അനുഭവിച്ചൂടി. പോയി വിളിച്ചോണ്ടു വാ ഉണ്ണി. വേണ്ട, കുറച്ച് കഴിയുമ്പോ താനെങ്ങി വരും. തെയ് 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 തെയ്യാ തെയ് തെയ്യാ തെയ് തെയ്യാ തെയ് തെയ്യാ തെയ് തെയ്യാ തെയ്. ഇനി നാളെ ആവാം. നമസ്കാരം ജി. കൈ ഇങ്ങനെ വെച്ച് ചുറ്റിക്കൊണ്ടുവന്ന് ഭൂമി തൊട്ട് തൊഴണം. അമ്മയോട് ഞാൻ പോകുന്നു പറയും. അമ്മേ, ഇതാ നന്ദിനി ചോദിച്ചത്. കാപ്പി പിടിച്ചിട്ട് പോയാ പോരെ? വേണ്ട, ഞാൻ പോന്നു. അല്ല, എവിടുന്ന ആങ്ങളെയും പെങ്ങളും കൂടെ? ഞാൻ ദേവസ്വം ഓഫീസർ പോയിട്ട് വരുവാ. നമ്മള്? ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരിക. ഓ, നൃത്തം. അല്ല, ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, വലിയ ഹോപ്പൊന്നുമില്ല. ഹേയ്, അങ്ങനെ നിരാശപ്പെട്ടുകൂടാ. ധാരാളം ഇന്റർവ്യൂവിന് പോകണം. എന്നിട്ട് അവസാനം ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതണം. അത് വിറ്റ് ജീവിക്കണം. ഇന്നത്തെ ചുറ്റുപാടിൽ അതൊക്കെ നടക്കും. ശരി ഉണ്ണി, ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോ വീട്ടിൽ കൂടെ വരാം. അപ്പോ ദുബായിലെ ഷെയ്ഖ് ഇപ്പം പഴയ ആള് തന്നെ അല്ലേ? അയാൾ തന്നെ. ആ. അവിടുന്ന് അയാൾ ആളുകളൊക്കെ പറഞ്ഞു വിടുകയെന്ന് കേട്ടല്ലോ. അത് സ്പോൺസർഷിപ്പ് ഇല്ലാത്തവരല്ലേ? അത് ശരി. ആ സാധനം നിങ്ങൾക്ക് ഉണ്ടോ? പിന്നെ അതിലവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പേട്ടിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. കാര്യം സാധിച്ചു കിട്ടിയാ ഞാൻ എന്തും ചെയ്യും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നന്ദിനിയുടെ ജോലിക്കാരി എന്തായി? മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. നന്ദിനി സാറിനെ പറ്റി എപ്പോഴും ചോദിക്കും. സോപ്പും പൗഡറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ നന്ദിനി പറഞ്ഞിരുന്നു. ഒരു 20 രൂപയും കൂടി ഉണ്ടാവുമോ? പിന്നെന്താ? ഉപകാരം. എന്നാ പിന്നെ കട അടക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് നടക്കാം. ഞാൻ വാങ്ങിച്ചു തന്നാണെന്ന് നന്ദിനിയോട് പ്രത്യേകിച്ച് പറഞ്ഞേക്കണേ. ആ പുഷ്കര, ഇവനെ പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല.
ആ വാദ്യാരുടെ കയ്യിലാ അവള്. പിന്നെ വഴിയൊക്കെ ഉണ്ട്, ഇച്ചിരി ചിക്കിന് ചെലവാക്കേണ്ടി. എന്നാ പിന്നെ വാദ്യാരെ അടിച്ചകത്താക്കാനുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ. അവസാനം ചെലവാക്കുന്ന കാശ് വെള്ളത്തിലാവൂ. 2 ഔൺസ് മേടിച്ചോ. ധന്വന്തരോ പിണതയിലോ? ധന്വന്തരം. കാശുണ്ടെങ്കിൽ ആ കൊച്ചിന് ഇത്തിരി പാല് മേടിക്കാമായിരുന്നു. ചേച്ചി ചുമ്മാരി. അപ്പേട്ടൻ കുടിക്കുന്ന കാശുണ്ടെങ്കിൽ. മിണ്ടാതിരിയടാ. പാവം, എന്തിനാ രാധ ചേച്ചിയെ വിഷമിപ്പിക്കുന്നത്? എന്റെ ചേച്ചി, അപ്പേട്ടൻ എന്താ ഈ ദുബായിക്കാരന്റെ പുറകെ നടക്കുന്നത്? നീ ചെന്ന് കുഴമ്പ് വാങ്ങിച്ചോണ്ട് വാ. മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ നാണാവുന്നു. അയ്യോ അമ്മാ, നീ പോയില്ലയോ? എവിടെ നിന്റെ അളിയൻ? കണ്ട പുത്തപ്പണക്കാരന്റെ എച്ചിക്കള്ള് വാങ്ങിച്ചു കുടിച്ചിട്ട് വല്ല സഹായവും ചെയ്യുന്നവരെ വെറുപ്പിക്കാൻ നടക്കുക അല്ലയോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കൂ, ചേച്ചി കേക്കണ്ട. അവൾ ഇതൊക്കെ അനുഭവിക്കണം. ഉണ്ണീട്ടാ, എനിക്കൊരു ആൽജിബ്ര നോട്ട്. ആൽജിബ്ര നോട്ട്? ഒരാനയും കൂടെ വേണ്ട എനക്ക്. കുഴമ്പിന് നിന്ന് കാശ് കയ്യില്ല. ഈ പുതിയ മന്ത്രിസഭയുണ്ടല്ലേ, അത് ഈ മദ്യനിരോധനം കൊണ്ടുവരൂ. തെങ്ങുള്ളിടത്തോളം അവസരപ്പ് കുടിക്കും. എടാ ചെറുക്ക, ഒരു വർത്തമീൻ കൊണ്ടെടുത്തേ. ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. എന്തു പറഞ്ഞടി? എടി എന്തു പറഞ്ഞെന്ന്? ചെണ്ടക്കോല് പിടിച്ച കൈകൊണ്ട് കൊടുവാള് പിടിക്കാനും അറിയാം. കൊന്നുകളെ ഞാൻ. പോടെ. എന്താ കഥകളിയോ? ഞങ്ങക്ക് തെറ്റിന്നാ തോന്നുന്നത്. സംശയിക്കേണ്ട, കഥകളിയാണെങ്കിൽ തെറ്റിരിക്കുന്നു, മുദ്ര ഇതല്ല. ഞങ്ങൾക്ക് വീട് തെറ്റിയെന്നാ തോന്നുന്നത്. വീട് തെറ്റിയില്ല, ഇത് വീട് തന്നെയാ. അവിടെ നിന്ന് ആരാണാവോ? ആരാവണം? ഒരു മനുഷ്യൻ പലതും ആവും. വാ നമുക്ക് പോവാം, വീട് തെറ്റിന്നാ തോന്നുന്നത്. ആ വഴി നിന്നോ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാ. അതെ, ഞങ്ങളിവിടെ ഇറങ്ങാണ്. എന്തത് സത്രം? നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്ന് വരുന്നു? എന്തിനു വന്നു? ഇവിടെ സ്കൂളിൽ ജോലിയുള്ള ഒരു ജയചന്ദ്രനെ സാറിന് അറിയാമാവോ? ജയനെ അറിയാതെ? ഞങ്ങൾ ഫ്രണ്ട്സ്. ചോദിക്കട്ടെ, എന്താ വേണ്ടത്? കണ്ടിട്ട് ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. സ്കൂൾ പോയിരിക്കുക, ഉടനെ വരും. അപ്പോഴിവിടെ തന്നെയാ താമസിക്കുന്നത്. പിന്നെ സാറ് ജയചന്ദ്രന്റെ കൂട്ടുകാരനായിരിക്കും. അതെ അതെ, ഓഫ് കോഴ്സ്. സാറിന് എന്താ ജോലിയാവോ? യു മീൻ വർക്ക്? വർക്ക് എന്ന് നിങ്ങൾ മീൻ ചെയ്യുന്നത് ജോലിയായിരിക്കും. ഐ ആം സോറി, ഞാനൊരു നോവലിസ്റ്റാണ്. ഞാനും ചെയ്യനും ഒന്നിച്ച് താമസിക്കുന്നു, ഒരു പാത്രത്തിൽ ഉണ്ണുന്നു. അപ്പൊ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ആരാ? ഞാൻ തന്നെ. സാഹിത്യം എൻ്റെ ഒരു കുലത്തൊഴിൽ, പിന്നെ ഭക്ഷണം പാകം ചെയ്യൽ എൻ്റെ ഒരു ഹോബി. അവിടുന്ന് ഇവിടുത്തെ വേലക്കാരനാണാവോ? ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ വേല ചെയ്യുന്നവൻ, തൊഴിലാളി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യുന്നവൻ. അപ്പൊ ഓരോ മനുഷ്യനും ഈ ഓരോ അടിസ്ഥാനപരമായി, അല്ല ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇപ്പോ അന്യ രാജ്യങ്ങളിൽ അവിടെ നോക്കുകയാണെങ്കിൽ മുതലാളി തൊഴിലാളി. എന്നോട് അല്ലതൊരു തന്തയോട്. അല്ല, ഇരിക്കണായിരിക്കല്ലേ? ഇത് ആദ്യം പറഞ്ഞ ഞാൻ കസേര കൊണ്ട് തരുമായിരുന്നല്ലോ. എടാ, ഒരു വീട്ടുവേലക്കാരന്റെ ധിക്കാരം കണ്ടില്ല? ഗോപാലൻകുട്ടി. അയ്യോ, ആഹാ, അച്ഛനും അമ്മയൊക്കെ എപ്പോ വന്നു? എടാ, ഇവർ കാപ്പി കൊടുത്തോ? കാപ്പിയോടൊക്കെ ഇവരൊന്ന് ഇരുന്ന് കിട്ടണ്ടേ? ആ പിന്നെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ശവത്തിനെ? അയ്യോ, അക്കാര്യം പറയാതിരിക്കാ ഭേദം. പറഞ്ഞാ കറിഞ്ഞു പോകും. ഞാൻ ഇപ്പൊ കാപ്പിയുണ്ട്. ഒന്നാം രംഗത്ത് അവൾ കയറി. എന്താ ഗോപാലൻകുട്ടി ഇങ്ങനെ ആലോചിച്ച് നീ ശരീരം കളിയല്ലോ? ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം ബുദ്ധിയും ഭാവനയും എനിക്ക് കുറെ കൂടുതൽ തന്നു. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്റെ പിതാവാണ്. ഗുഡ് മോർണിംഗ് ടീച്ചർ.
വരുന്നേ. അയ്യോ അയ്യ ലൈറ്റ് എഴുത്തല്ലേ. അല്ല ഞാനന്ന് വന്ന ആ നോവൽ വായിച്ചോ? ഏത് നോവൽ? ഇരുട്ടറയില് ഇരട്ടക്കൊലപാതകം. അത് നോവലാണോ? അല്ല ആ നോവലാണ്, പക്ഷെ അത് കവിതയായിട്ടും വായിക്കാം. അതാണ് എന്റെ എഴുത്തിന്റെ പ്രധാന ഒരു ശൈലി. ഇപ്പൊ ഞാൻ വേറെ കവിത എഴുതിയിട്ടുണ്ട്, വേണം ചൊല്ലി കേൾപ്പിക്കാം. മനസ്സ വാച കർമ്മ മധുരവികാരം മദന വിചാരം മന്മത കേളി നടന വികാരം ടിങ് ടിക്ക് ടിങ് ടിങ് ടിക്ക് ടിക്ക് ടിങ് ടിങ്. ഓ മതി മതി, മ്യൂസിക് ഒന്നും വേണ്ട ഇവിടെ. ഇത് സിനിമാ പാട്ടില്ലേ? സിനിമ പാട്ടോ? അപ്പൊ ഇത് മോഷ്ടിച്ചാണല്ലോ. ആര്, നിങ്ങളോ? ഞാനല്ല, അവര്. ശരി, കേസ് കൊടുത്തേ. അത് പോട്ടെ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എനിക്ക് അപ്പുകുട്ടിനെ ഒന്ന് കാണണം, കുറെ സാധനങ്ങൾ വാങ്ങിപ്പിക്കണം. എന്താ വിശേഷം? സാറിന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. കല്യാണക്കാര്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നു. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നുപോയി. അപ്പൂട്ടെ, ആപ്പൂട്ട, നീ ഈ ലിസ്റ്റിൽ എഴുതിയ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വാ. എന്നാ സഞ്ചി, 10 രൂപ. ഇത് മതിയാവോ? സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. സാധനങ്ങൾക്ക് തീ പിടിച്ചോട്ടെ, നീ ഇതൊന്ന് വാങ്ങിച്ചിട്ട് വാ. ആ ചെല്ലേ, പോ 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 പോ. സാധനങ്ങൾക്ക് തീ പിടിക്കുന്നു. തീ പിടിച്ച സാധനങ്ങൾ. ചരിത്ര സംഗീത നാടകം. നീ ഇങ്ങനെയൊന്നും ആയാ പറ്റില്ല. ഞാൻ അതിന് അനാവശ്യ ചെലവൊന്നും ചെയ്യുന്നില്ല അച്ഛാ. പിന്നെ നിങ്ങളെ പോലെ തിരുമ്പി തിരുമ്പി ജീവിക്കണമെന്നാണോ പറയുന്നത്? ഞാൻ തിരുമ്മിയതുകൊണ്ടാ നീയും മോനും ചവര് പിടിക്കാതെ നടക്കുന്നത്. പിന്നെ എന്നെ അങ്ങ് പെരുവഴിന്ന് പിടിച്ചോണ്ട് വന്നതല്ലയോ? നല്ല ഒന്നാന്തരം തറവാട്ടി പിറന്നവളാ ഞാന്. നിങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാ അവനോട് പറ. ഏതാടാ ഈ നന്ദിനി? അടുത്ത വീട്ടിലെ മാരാരുടെ മോളാ. ആ എന്താ? ഒന്നുമില്ല. ഗോപാലൻകുട്ടി, ഊണ് റെഡിയായോ? ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? പച്ചവെള്ളം മുക്കി കൊടുത്താലോ? കറിക്ക് പകരം ഇപ്പൊ കവിത ചൊല്ലി കൊടുക്കാൻ പറ്റും. എടാ ഗോപാലൻകുട്ടി, എന്തോ? ഊണ് റെഡിയായോ? ചോറ് റെഡി. കറി അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വീട് വരെ വരണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിഞ്ഞാ മതിയോ മോനെ? നമസ്കാരം. വന്നു എന്നറിഞ്ഞു, ഒന്ന് കാണാൻ വന്നതാ. എന്റെ അയലോക്ക് താമസിക്കുന്ന മാരാര മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് 10 മളിയൊക്കെ വാങ്ങിയിട്ടുള്ള ആളാ. ഓ, അതൊക്കെ കഴിഞ്ഞ കാലം. ഗോപാലൻകുട്ടി, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഗോപാലൻകുട്ടി, എന്തോ? ആ എന്നാ വിളമ്പി വയ്ക്കേ. ആ ഞാനെവിടെ ഇല്ല, പോയി. നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ? പച്ചക്കറിയുടെ എന്ത് പച്ചക്കറി? ഏത് പച്ചക്കറി? എടോ, ഞാൻ പച്ചക്കറിയാണ് നിന്റെ അടുത്ത് കാശ് തന്നയച്ചില്ലേ? എന്ത് കാശ്? നിങ്ങൾ ആരാ? ഞാൻ ആരാ? അല്ല, ഞാൻ അറിയാനിട്ട് നിങ്ങൾ ആരാ? അവിടെ കിടന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ആരാണ്. എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് കള്ളു കുടിച്ച് ഞാനാരാ? ഞാനാരാ? നിന്റെ തന്ത. അപ്പോ അമ്പലത്തിലെ കഴകം കൂടാതെ വേറെ ജോലി എന്തെങ്കിലും? ഒന്നുമില്ല. എന്താടാ മോനെ നിന്റെ ഗോപാലന്റെ വിഭവങ്ങള്? ആ, അപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ. ആട്ടെ, പോണ വഴിക്ക് വീട്ടിൽ കയറിയിട്ടേ പോകാവൂ, മറക്കരുത്. ഓ. ചോറ് റെഡി. കറിക്ക് ഇപ്പൊ എന്താ ചെയ്യാ? ബാ, നമുക്ക് വല്ല ഹോട്ടലിലും ബാ. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, ചോറ് മാത്രമേ തയ്യാറുള്ളൂ. എനിക്കത് വന്നപ്പോഴേ തോന്നിയതാ. എടാ, വാലിക്കാരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തണം. അവൻ നിന്റെ വാലിക്കാരനോ നീ അവന്റെ വാലിക്കാരനോ? വാ, നമുക്ക് ഈ അടുത്ത കടയിൽ വല്ലതും കിട്ടുമെന്ന് നോക്കാം. ബാ. ശരിയാ, വിശക്കുന്നു. ലക്ഷണം കേട്ട് തന്തന്റെ കാലിവിടെ എടുത്ത് കുത്തിയപ്പിടിക്ക്. മനസ്സിലായി, എന്തെങ്കിലും ഒരു അത്യാവശ്യം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കുറെ കാലമായി ഇങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്ന് വിചാരിക്കണം. വെളുത്തേടന്റെ അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ സമയമില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. ഒന്നിനും നേരമില്ല. നമുക്ക് പോകണ്ടേ? രണ്ടെണ്ണത്തിന് പഠിപ്പിച്ചെടുക്കാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടു എന്നറിയാം. ഒരുത്തൻ ഇങ്ങനെയായി. ഇനി ഇത് താഴെ ഒരുത്തൻ ഒരു കുരുകുരുത്തം കിട്ടവൻ. അവന്റെ കാര്യം പറയാതിരിക്കുന്നതാ ഭേദം. മൂത്തവളാ ഓഹോ, എന്റെ കൂടെ പറഞ്ഞയച്ചതാ. ഭർത്താവിന് എന്താ കുട്ടി ജോലി? അതൊക്കെ പറയാതിരിക്കുക. ഈ അലോപ്പതി എപ്പോഴും ചെലവ് കൂടുതലാ.
ഒന്നുകിൽ യുനാനി അല്ലെങ്കിൽ ആയുർവേദം. തരിപ്പുണ്ടോ? അശേഷില്ല. തരിക്കാൻ മാത്രമൊക്കെ എവിടുന്ന കാശ്? ജയചന്ദ്രൻ മാസ്റ്ററുടെ? അതെ, അച്ഛനാ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് വരുന്നുണ്ടോ? നീ വരുന്നെങ്കി പാടി, ഞാൻ പോണു. ഓ, എന്നാ നീ അങ്ങ് ചെല്ലി. വരുന്നിട്ടടി. എന്താടി പള്ളി നീരാട്ട് ഇത്ര വൈകി? കുറച്ച് വൈകി. അത് കളാ. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തോടി. എന്തിന്? ഞങ്ങൾ അറിഞ്ഞു പെണ്ണെ. ജയചന്ദ്രൻ മാസ്റ്ററുടെ അച്ഛനമ്മയും വന്നതും കല്യാണക്കാര്യത്തെ പറ്റി. അയ്യോ, ഇതാര് പറഞ്ഞു? ആരും പറയണ്ട, ഒളിക്കാതടി മോളെ. നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. കേട്ടോ മാലതി, ഈ വരുന്ന ഓണത്തിന് വെറും നന്ദിനിയല്ല, നാട്യഭൂഷണ ശ്രീമതി നന്ദിനി. ചേച്ചി, അച്ഛൻ വേഗം ചെല്ലാൻ പറഞ്ഞു. എന്തിന്? ആ, എനിക്കറിയില്ല. നീ പോയിക്കോളൂ, ഞാൻ വരാം. ഹരശങ്കര ശിവശങ്കര ദുരിതങ്കല ശിവനെ ശിവപാദരണവാനൊരു വഴിതേടകമനനെ അതിനെന്തൊരു വലിയെന്നിൻ ഹരശങ്കര ശിവനെ നേരം അന്നെനിക്ക് പേടി പോക്കണം. ചേച്ചി, ജയചന്ദ്ര സാർ വന്നിട്ടുണ്ട്. ഉണ്ണി, അച്ഛാ സാറ് വന്നിരിക്കുന്നു. കാലിന് വേദന എങ്ങനെയുണ്ട്? കാലിന് മാത്രമല്ല വേദന, വാദത്തിന്റെ. അത് അത്ര വേഗം ഒഴിയുന്നതല്ല. എന്റെ ഓച്ചറ പരദേവരെ രണ്ടും പറയിപ്പിക്കാതെ എന്നെ അങ്ങ് വിളിക്കണേ. എത്ര ശരിയാ ഓരോ കാര്യവും. ഈ കണ്ടതൊന്നും കണക്കല്ല. ഒന്നവാ ഇരിക്കാൻ എന്തെങ്കിലും കൊടുക്ക. സാറിരിക്കുന്നു. ആ, ഇവൻ പഠിക്കാൻ എങ്ങനെയാ സാറേ? ഉണ്ണി മിടുക്കനല്ലേ? മിടുക്കനായതുകൊണ്ട് എന്താ കാര്യം സാറേ? തീർച്ചയായും അവൻ പഠിച്ചു വലിയവനാകും. സമാധാനമായിരിക്കും. എന്നാ ഞാൻ വരട്ടെ. അപ്പോ ഇരിക്കുന്നില്ല അല്ലേ? എനിക്ക് വേറൊരു വഴി വരെ പോകാനുണ്ട്. നന്ദിനി സ്ഥലത്തൊക്കെ ഉണ്ടോ? ആ, നാളെ ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ദൂരെ പോയി താമസിക്കാൻ തയ്യാറാണെങ്കിൽ ആ സ്കൂളിലെ കാര്യം ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. എവിടെ പോകാനും ഞാൻ തയ്യാറാണ്. ഗുഡ്. ഈ തൻ്റെ എന്നും ഉണ്ടായിരിക്കണം. ഞാൻ വരട്ടെ. നീ എന്തിനാണ് ഇവിടെ നോക്കുന്നത്? നാമം ജപിക്ക്. ശിവപാദത്തൊടണവാനൊരു വഴി തേടുക മനമേ അതിനെന്തൊരു വഴിയെന്തിന് ഹരശങ്കര ശിവനെ. എടാ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണ മോനെ. എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. നീ എന്റെ മോനെ തുടങ്ങി. അവനെ ജോലി സ്ഥലത്തുനിന്ന് വിളിച്ചു വരുന്നത് എന്തിനാണെന്ന് പറ. കേട്ടോ കൂട്ടുന്നാരെ, ഇവൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലോട്ട് വന്നോളാമെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് അശേഷം വിശ്വാസം തോന്നിയില്ലേ? ഞാൻ പറയാമല്ലോ. അതൊക്കെ പോട്ടെ, ആള് വന്നല്ലോ. അല്ല, എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? എന്തിനാ? പെണ്ണിനെ ഒന്ന് കാണണ്ടേ? ഏത് പെണ്ണിനെ? ദേ, എന്റെ മുമ്പിൽ നീ പൊട്ടങ്ങളി കളിക്കരുത്. ഞാൻ നിന്റെ തന്തയാ. കുട്ടനായരുടെ മകളുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കാൻ വേണ്ടിയാ നിന്നോട് കൂടി വരാൻ പറഞ്ഞത്. അത് നടക്കാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നടക്കാതിരിക്കാൻ കാര്യം? ഇവരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സ്ത്രീധനവും മണ്ണാങ്കട്ടൊന്നും വേണ്ട. അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കിയ പണമോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നാക്കെടുത്ത് വളച്ചാലുടനെ പണം പണം പണം. എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് പണം ചെലവാക്കി തന്നെയാ. നിങ്ങളുടെ പണത്തിന് എന്താ ഇത്ര പ്രത്യേകത? നീ ആര് ജില്ലാ കോടതി വക്കീലോ? എന്നാ നീ ആടി. എടി, മക്കളെ പഠിപ്പിച്ച് വലുതാക്കാന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ബിസിനസ്സാ. എനിക്ക് എന്റെ മുടക്കിയ പണം തിരിച്ചു കിട്ടണമെന്ന് വളരെ നിർബന്ധമാണ്. ഓ, ഞാൻ ബുദ്ധി പറഞ്ഞുതരാം. ഏതെങ്കിലും ചന്തയെ കൊണ്ടുപോയി വെട്ടിമുറിച്ച് ഇറച്ചി വിലക്ക് വെക്ക്. ഏതായാലും കല്യാണം കൊണ്ട് കടം വീടുമെന്ന് കരുതണ്ട. നിങ്ങൾ മകളെയും കൊണ്ട് എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. ആ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്തൂടെ? എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുന്നു. ഞാൻ എന്തിനാ പറഞ്ഞത് ശരിയല്ലേ? പിരിയാ ചെറുക്കുമ്പോൾ എന്റെ മാളയും കൊണ്ട് ഞാൻ നിങ്ങളുടെ പുറകെ കിടക്കുന്ന എന്തിനാ?
എന്റെ കുട്ടനായരെ, ഈ ചെറുക്കം വല്ല പിച്ചും പേയും പറയുന്ന വെച്ച് നിങ്ങൾ അത് കാര്യമായിട്ട് കണക്കാക്കണ്ട. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിലുണ്ടല്ലോ ഈ വിവാഹം ഞാൻ നടത്തും. ശരി, ഞാൻ ഇറങ്ങും. എടാ, ചിട്ടിക്കാരൻ കുട്ടനായരെന്ന് വെച്ചാൽ ആരാന്നാ നീ വിചാരിച്ചേ? ഒരു ദിവസം അയാളുടെ ആഫീസിൽ വന്ന് അറിയുന്ന പണം എത്രയാണെന്ന് നിനക്കറിയാമോ? നിനക്ക് അവളെ സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ല. ഇത് നടക്കാത്ത കാര്യമാണ്. അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. അവൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ എത്ര നിർബന്ധിക്കുന്നത്? ഒരു തൊഴിയാൻ വെച്ചോന്നുണ്ടല്ലോ. അവന്റെ മനസ്സിരിപ്പ് എന്താന്ന് എനിക്കറിയാം. ആ മാരാജ്യ പെണ്ണ അവന്റെ മനസ്സിരിക്കുന്നത്. ആ ചെണ്ടയിട്ട് പെരുമാറാവുന്ന എന്റെ മോൻ കരുതണ്ട. കണ്ട മാരാജ്യ മാനീതി വിളിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നാലുണ്ടല്ലോ. ശരിക്കും എഴുതടി. ഒരക്ഷരം പഠിക്കത്തില്ല. അസത്ത്. വീട് പൂട്ടിയിരിക്കുന്നു. നമ്മുടെ സാഹിത്യം എവിടെ പോയെന്നറിയാം? താക്കോൽ ഇവിടെ തന്നിട്ടുണ്ട്. ആളെവിടെ പോയിന്ന് അറിയില്ല. ഭക്ഷണക്കാര്യം ഓ, സാരമില്ല, എന്തെങ്കിലും ചെയ്യാം. അത്താഴം അങ്ങോട്ട് കൊടുത്തേക്കാം. ഗോലംകുട്ടി, 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 എടാ, നീ എവിടെ പോയിരുന്നു? ഞാൻ കോഴിക്കോട് വരെ പോയിരുന്നു. എന്താ കാര്യം? MT യെ കാണാൻ. നമ്മളെ MT യെ കാണാൻ. എന്റെ മലമ്പാമ്പ് എന്ന് പറഞ്ഞ നോവല് പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ട് കാലം കുറയും. അതൊന്ന് നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ ശവക്കല്ലറിയിലെ തീജ്വാല. ഈ പാൻറ്റേതാ? ഈ പാൻറ് സാറിന്റെ. ജുബ്ബായോ? ഇത് സാറിന്റെ പഴയതല്ലേ? ആഹാ, എന്റെ അല്ല, സാറിന്റെ. ഓഹോ. ഇതോ? ഇത് സാർ ഉപയോഗിക്കാത്തല്ല, അതുകൊണ്ട് ഞാൻ എടുത്തതാ. ഓ, എടാ, ഏതായാലും നീ കോഴിക്കോട് വരെ പോയില്ലയോ? എന്നാ പിന്നെ കുതിരവട്ടം വരെ പോവാൻ വിചായിരുന്നു. ചേച്ചി വന്നാ പറയൂ, ഞാൻ പോട്ടെ. അത് ചേച്ചി വരുന്നുണ്ട് സാർ. ടീച്ചറിനെ ഒന്ന് കാണാനേ പറ്റുന്നില്ലല്ലോ. നല്ല പാർട്ടിയാ. ആനിവേഴ്സറിയുടെ കാര്യം മറന്നുപോയോ? ഡാൻസ് പൊടി പൊടിക്കണം. അതെങ്ങനെ? പാട്ടെഴുതി തരാതെ എങ്ങനെ കമ്പോസ് ചെയ്യുന്നത്? പാട്ട് ഞാൻ എത്രയും വേഗം എഴുതിത്തരാം. പക്ഷെ സാധനം ഒരു മാസ്റ്റർ പീസ് ആയിരിക്കണം. എന്താ ഉണ്ണി? ശരിയാ സാർ. അപ്പോ ഞാൻ വരട്ടെ. പാർവതി സ്വയംവരം കഴിഞ്ഞ രാവിൽ, പുഷ്പമഴ തൂകും വസന്ത നിലാവിൽ, ഒരു ദേവതപസ്വിനി ധന്യയായി നിൽക്കും കുമാരസംഭവ കാവ്യമുണർന്നു.
ചായ. സാർ, ആളുകൾ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? എന്ത്? ഇന്നലെ ഡാൻസ് കഴിഞ്ഞ് വരുമ്പോ സാറിനെയും നന്ദിനിക്കുട്ടിയെയും പറ്റി ആ ദുബായ്ക്കാരും കൂട്ടുകാർ എന്തൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരെ ഞാൻ ഓരോരുത്തരും ഓരോ വഴിക്ക് പറഞ്ഞേക്കായിരുന്നു. അവരിത് തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാനും അവരെ പോലെ തരം താഴ്ന്നത് ശരിയല്ലോ എന്ന് കരുതി ചുമ്മാ ഇരിക്കുക. അതും ശരിയാണ്. എലിസബത്ത് ടൈലറുടെ ഒരു നോവല് ഇതേമാതിരി പാത്രമുണ്ട്. ഒരു പാത്രം പാട്ടുക, മറ്റൊരു പാത്രം. ആ പാത്രത്തില് നീ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. അല്ല, ഞാൻ പറഞ്ഞ കഥാപാത്രമാണ്. ചെല്ലേ. ഓഹോ, അപ്പൊ ആ പാത്രത്തിൽ വെള്ളം ചൂടാക്കല്ലേ? അല്ല, പാത്രങ്ങൾ പലതും ഉണ്ടേ. ഇരുന്നാട്ടെ. ഇപ്പ വരാം. എത്തിയിട്ടില്ല, ഉടനെ വരും. അപ്പോ കുടിക്കാൻ എന്താ വേണ്ടത്? എനിത്തിങ്. ഉണ്ണി, 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 നല്ലൊരു ഇളനീരും കിട്ടുള്ളൂ. ഉണ്ണിക്ക് ഒരു NOC ശരിപ്പെടുത്താൻ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മണ്ണാങ്കട്ടയും വേണ്ട. കൊച്ചു പയ്യനല്ലേ, വിവരമില്ലാഞ്ഞിട്ടാ. നിനക്കാ വിവരമില്ലാത്തത്. കണ്ടവന്റെ എച്ചിലും തിന്ന് നടക്കുന്ന നിനക്ക്. ആ വാദ്യാരുടെ കയ്യിലാവുള്ളു. പിന്നെ വഴിയൊക്കെ ഉണ്ട്. ഇച്ചിരി ചിക്കിരി ചെലവാക്കേണ്ടി വരും. എന്നാ പിന്നെ വാദ്യാരെ അടിച്ചാത്താക്കാനുള്ള ആളുകൾ നമ്മുടെ കയ്യിൽ. ആ, അവനെവിടെ? മോള് കാപ്പ് കുടിച്ചോ? വേണ്ട അച്ഛാ, അവക്ക് അവിടെ ഉണ്ട്. അച്ഛൻ കഴിച്ചാ മതി. മോളെ, ഒന്നുമില്ലെങ്കിലും ഈ സ്നേഹമാണ് എന്നെ. അമ്മണി വരും. ആ, ഉടനെ പോയി ജോയിൻ ചെയ്യണമെന്ന് നന്ദിനിയോട് പറയണം. ദൂരെ പോയി ജോലി ചെയ്യുന്നതിൽ അച്ഛന് വിഷമൊന്നുമില്ലല്ലോ. വിഷമിച്ചാ പറ്റൂ സർ, ആറ്റുനൂറ്റ് കിട്ടിയതല്ലേ. ശരി, ഉണ്ണി വീട്ടിലേക്ക് വയ്ക്കോ. എനിക്ക് വേറൊരു വഴി വരെ പോകാനുണ്ട്. ആ, ഭാഗ്യവാൻ. പണ്ടൊക്കെ മാരാരുടെ ചെണ്ടയ്ക്കായിരുന്നു പ്രസിദ്ധി. ഇപ്പോഴോ? ഇപ്പൊ പ്രസിദ്ധി മോൾക്കല്ലേ. പ്രകൃതിയായി കൊട്ടി നടക്കല്ലേ പരദേശി വാദ്യാര്. നമുക്ക് നോക്കിക്കളെ. ഒന്ന് വന്നേച്ച് പോണേ സാറേ. എന്നെ വിളിച്ചോ? വിളിച്ചു. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, തെമ്മാടിത്തം കാണിക്കുന്നവനെ പഠിപ്പിക്കാനും അറിയാം.
ആ സാറ് നല്ല സ്നേഹമുള്ളവനാ. ഇക്കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. എനിക്ക് ജോലി കിട്ടുന്നതിൽ എന്നെക്കാൾ താല്പര്യം സാറിനാണ്. ഇവിടെ ചവിട്ടുപടി ഉണ്ടായിരുന്നല്ലേ? എന്താ നോക്കുന്നത്? മൂക്കറ്റം കുടിച്ചിട്ട് കയറി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? ഇല്ല, അത്രക്ക് ത്യാഗം ഞാൻ സഹിക്കുന്നുണ്ട്. അയ്യേ, ഇത് എന്തിന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ ദുഃഖം കാരണം ഞാൻ കുടിച്ചു. അതെടി, ആ ജയേന്ദ്രൻ മാസ്റ്ററെ അവന്മാരെല്ലാരും ചേർന്ന് നന്നായിട്ട് തല്ലി. ഞങ്ങൾ നോക്കട്ടെ. ഒന്ന് പോയി നോക്കിട്ട് വാ മക്കളെ. പറ്റിയോ? എനിക്കോ? ആര് പറഞ്ഞു? തൽക്കാലം യാതൊരു കുഴപ്പമില്ല. ഈ രാത്രി എന്തിനാ ഇങ്ങോട്ട് ഓടിച്ചാടി വന്നത്? എന്തിന്? ആണ് തമ്മിൽ തല്ലുന്നതിനിടയ്ക്ക് പെണ്ണുങ്ങൾക്ക് എന്താ തമാശ? ആ കൗണി, തന്റെ തമാശ ഇഷ്ടമല്ല. സത്യം പറഞ്ഞ ഈ അതാ നല്ലത്. രാവിലെ ആ മോളെ, ഞാനൊന്നും പറഞ്ഞില്ല. ഉണ്ണി, എന്നാലും വൈ. അപ്പൊ ഞാൻ പോട്ടെ. പോട്ടെ ചേച്ചി. അമ്മണി, ജയചന്ദ്രൻ നന്ദിനിയുടെ വീട്ടിനടുത്താണോ താമസിക്കുന്നത്? ഇവിടെ പരിചയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഹോസ്റ്റലിൽ താമസിക്കാം. കൃത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും കൂടി അവനവന്റെ ജോലി നിർവഹിക്കുക. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്വഭാവം അറിയാമല്ലോ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നന്ദിനി വിദ്യാർത്ഥികൾക്കൊരു മാതൃകയായിരിക്കുവാൻ ശ്രദ്ധിക്കുക. വീഴ്ചകളൊന്നും വരാതെ സൂക്ഷിച്ചോളാം. വെരി ഗുഡ്. അയ്യപ്പ, ടീച്ചർ ഹോസ്റ്റലൊന്ന് കാണിച്ചു നോക്കൂ. Wish you all the best. Thank you. നന്ദിനി, പേരെങ്ങനെ മനസ്സിലാക്കിയെന്ന് ആലോചിച്ച് അത്ഭുതപ്പെടണ്ട. വാർഡൻ പറഞ്ഞു എന്റെ പേര് സിസിലി. What should I say? Will I be pretty? Will I be rich? Is what you say. എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, ഒന്നുമില്ല. ആ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും മിണ്ടണ്ട. നമുക്ക് രാത്രി കാണാം. ഈവനിങ്സ് റൂമിൽ കഴിയ പരമ ബോറാ. സോറി, somebody is waiting for me. കുളിച്ച് റെസ്റ്റ് എടുക്കൂ. ഓക്കെ, see you. ഹായ് മോഹൻ. ഹായ്. സോറി കേട്ടോ.
ഷീസ് എൻജോയ് ദ ലൈഫ്. വിവരങ്ങളൊക്കെ അച്ഛനോട് പറയൂ. നീ വേണം ഇനി അച്ഛന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ. ആവശ്യമില്ലാതെ അപ്പുവേട്ടനുമായി വഴക്കുണ്ടാക്കരുത് കേട്ടോ. ദാ, ഇത് കയ്യിൽ വെച്ചോ. വേണ്ട ചേച്ചി, എന്റെ കാശുണ്ടല്ലോ. നിനക്ക് കാപ്പി കുടിക്കാനാ? ഞാൻ പോട്ടെ. ആ ഉണ്ണി, ജയേന്ദ്രൻ സാറോട് വിവരങ്ങളൊക്കെ പറയണേ. പറയാം. എവിടെ എങ്ങനെ? ആ, നീ ചെയ്യണം. ഇവരെങ്ങനെ ചെയ്യുന്നു അതുപോലെ നോക്കി ചെയ്യണം കേട്ടോ. 1 2 3. ഡബിൾ ചെയ്യൂ. ഐ എം സോറി, ഇവനല്പം ട്രബിളുള്ള സൈസാ. മനസ്സിലായി. ബൈ ദ ബൈ, യുവർ നെയിം പ്ലീസ്? അല്പം ട്രബിളുള്ള സൈസാ. എന്താ നന്ദിനി? ഏതോ ഒരാൾ അവിടെ നിന്ന് കോപ്പറാട്ടികളൊക്കെ കാണിക്കുന്നു. ഓ, വേണു. അയാൾക്ക് വേറെ തൊഴിലൊന്നുമില്ല. എന്റെ ജയേട്ടന്. ജയേട്ടന് എഴുതണമെന്ന് മാത്രം അറിയാം. എങ്ങനെ തുടങ്ങണമെന്നോ എന്തെഴുതണമെന്നോ അറിയില്ല. ഒരുപാട് എഴുതണമുണ്ട്. ആശയങ്ങൾക്ക് അക്ഷരരൂപം കൈവരുത്താൻ കഴിയുന്നില്ല. എന്റെ മനസ്സ് ജയേട്ടൻ മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഇനി ഞാൻ എന്തെഴുതാനാണ്? നാം എത്രയോ അകലെയാണ് അല്ലേ ജയേട്ട? ജയേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു. നിർത്തട്ടെ. ജയേട്ടൻ്റെ സ്വന്തം നന്ദിനി. രാധാമണി, ഈ വിളക്ക് സത്യമായിട്ട് ഞാൻ പറയുന്നു, എനിക്കിന്ന് രണ്ടാലൊന്നറിയണം. എടി, എനിക്കൊരു ബിസിനസ് തുടങ്ങണം. തുടങ്ങിക്കോ.
പ്രേമിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. സ്ത്രീധനം പോലും ഉപേക്ഷിച്ച ഒരു ത്യാഗിയാണ് ഞാൻ. കെട്ടുതാലി പോലും വിറ്റ് കുടിച്ച് തൊലച്ചിട്ട്. ഉണ്ണി, നിന്റെ കയ്യിൽ കാശുണ്ടോ? 4 അടി. ഞാൻ എന്താ പിച്ചക്കാരനാ? ഉണ്ണീട്ടാ, നന്ദിനി ചേച്ചിയുടെ കത്ത് വന്നു. എപ്പോ? രാവിലെ. എടി അമ്മണി, സത്യം പറ, കത്ത് മാത്രമേ ഉള്ളൂ, മണി ഓർഡർ ഒന്നുമില്ലേ? 2 തേങ്ങാക്കൊലോടെ ഉണ്ട്. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. വീടിയെങ്കിലും വാങ്ങിക്കായിരിക്കും. My goodness. Really too wonderful, you know. I was excited. Hi, Sissy. Hi, Venu. What brought you here, man? Just came. പരിചയപ്പെട്ടില്ലല്ലോ. Meet Miss Nandini. എന്റെ റൂംമേറ്റ് ആണ്. Hi. Okay then. Meet you again. Okay, bye. Bye bye. ഞാനേ ചെറിയൊരു തപസ്സില. ഏത് സമയത്താ ദേവി പ്രത്യക്ഷപ്പെടാന്നറിയില്ല. നീ ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. ഓ, ഉത്തരവ്. അതെ, തമാശകളാ. ഓഹോ, ലൈനിങ് നടക്കട്ടെ. നമ്മുടെ മദാമ്മയെ കാണുന്നേ ഇല്ലല്ലോ. ഇങ്ങ വാ. നിന്റെ തപസ്സിലൊന്നും അവൾ വീഴുന്ന ലക്ഷണമില്ല. നോക്ക്, ജനൽ തുറക്കുന്നേ ഇല്ലല്ലോ. ആദ്യം കുറെ ചവിട്ടും കുത്തും ഒക്കെ കാണും. നോക്കാം. നീ വാ. ദിസ് ഈസ് മിസ്റ്റർ വേണുഗോപാൽ. അണ്ടർസ്റ്റാൻഡ്? ശരി മിസ്റ്റർ വേണുഗോപാൽ. ഏതായാലും നിന്റെ ജോലി നടക്കട്ടെ. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാനൊന്ന് കറങ്ങിയടിച്ച് തിരിച്ചു വരാം. വരാനോ? എന്റെ പൊന്നേ, നീ ഒന്ന് പോയാ മതി. Oh God, why do you always close this window? ഭയങ്കര ശല്യവാ. അത് അടഞ്ഞു തന്നെ കിടന്നോട്ടെ സിസി. നിനക്കെന്താ ഈ ആണുങ്ങളോട് ഇത്ര വെറുപ്പ്? പ്രണയലോലനായി അമലേ, നിന്നടുത്ത് ഇരവിലിന്നു ഞാനെത്തും. മണിയറവാതിൽ അടച്ചു നിന്നാലും അകത്തു വന്നു ഞാൻ നിൽക്കും. ആളല്പം ബോറന്ന. അല്പമോ? പരമ ബോറന. പക്ഷെ പാവമാണ് കേട്ടോ. ചേച്ചി, ഞാനിപ്പോ വരാം. എവിടേക്കാ മോനെ? വൈദ്യരുടെ അടുത്തൊന്ന് പോയി നോക്കട്ടെ അച്ഛാ. ഉണ്ണി, ബീഡിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. 1-2 കുപ്പി കള്ളും കൂടെ വാങ്ങിച്ചോ. എല്ലാം എന്റെ തലവിധി. വൈദ്യരോട് എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛാ? ഉണ്ട്. വേഗം മരിക്കണം. അതിനെന്തെങ്കിലും തരാൻ പറയൂ. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. നീ എവിടെ പോന്നു? ഓ, നിന്റെ ആളെ കാണാനായിരിക്കും. പോടി, വേഗം വരണേ.
നീ നല്ല ആളാ. നീ എന്ത് പറ്റി? ഇതാ നോക്ക്, നമുക്കിവിടെ നിൽക്കണ്ട, വാ പോവാം. നന്ദിനി, ഉറക്കം വരുന്നില്ലേ? എന്താ ഇത്ര ആലോചന? ഒന്നുമില്ല. ആട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്താ എന്തിനാ അയാളോട് ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ടൊക്കെ പെരുമാറുന്നത്? ആരോട്? ആ വേണുനോട്. അങ്ങനെയൊന്നുമില്ലല്ലോ. അയാളൊരു ശുദ്ധ പാവമാണ് കേട്ടോ. ഉറങ്ങാം. ബീച്ചിലെ സംഭവം തന്നെ ഓർത്തു നോക്കൂ. നിനക്ക് വേണ്ടിയല്ലേ വേണു അവരുമായിട്ട് ഏറ്റുമുട്ടിയത്? ലൈറ്റ് അണക്കട്ടെ. ഗുഡ് നൈറ്റ്. അന്നത്തെ ആ പാർക്ക് സംഭവം വേണ്ടത്ര ഏറ്റില്ലല്ലോ മോഹന. അതെല്ലാം ശരിക്കേറ്റിട്ടുണ്ടടാ. ഹാ, അവന്മാരുടെ കയ്യിൽ നിന്ന് 2-3 കിട്ടിയത് തന്നെ മിച്ചം. വലിയ ഹീറോ ആവാൻ ശ്രമിച്ചിട്ടല്ലേ? ഡാഡാ, ഒരുമാതിരി വലിച്ചു ചിരിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്തോ വേണം? വേണു അങ്ങനെ തോൽക്കുമെന്നൊന്നും നീ കരുതണ്ട. തോൽക്കാനോ? ട്രൈ ആൻഡ് ട്രൈ അഗൈൻ. യു വിൽ സക്സീഡ് അറ്റ് ലാസ്റ്റ്. ആ പിന്നെ ഈ പോക്കിനെങ്കിലും നിന്റെ വാദ്യാരോട് വിവരങ്ങളെല്ലാം തുറന്നു പറയണം കേട്ടോ. കൊള്ളാം. നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഞാൻ തമാശ പറയല്ല. ഇതൊക്കെ എപ്പോഴും തുറന്നു പറയുന്ന നല്ലത്.
ആണുങ്ങളുടെ മനസ്സ് കുരങ്ങിനെ പോലെയാ. വേറൊരു മരം കണ്ടാൽ ഉടനെ അങ്ങോട്ട് ചാടും. ഉപദേശത്തിന് വളരെ നന്ദി. പോവാ. എന്റെ മക്കള് കരയില്ലേ, കുട്ടി കരയില്ലടാ. അയ്യോ, ഇത് കുഞ്ഞിനെ ഇതെന്താ ചേച്ചി? അതിന് തരാനാ പറഞ്ഞത്. ഉണ്ണി, ഇത് അപ്പേട്ടിന് കൊടുക്ക്. മുണ്ട് മാത്രമേ ഉള്ളൂ, ഷർട്ടൊന്നുമില്ലേ? ഷാപ്പിലത്തേക്കുള്ള വകയായി. അമ്മണി, ഓ എനിക്കിതും വേണ്ട. വേണ്ടെങ്കിൽ കൊടുക്കണ്ട ചേച്ചി. എടി, ഇതൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ കൊടുക്കാനുള്ളതാ. ഇല്ല, വാങ്ങോ ചേ. എന്നാ ചേച്ചി, ചേച്ചി എന്തിനാടി ഇതൊക്കെ? ഇത് അച്ഛനാ, ഒരു മുണ്ടും വരികയും. ഇതകത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. ശരി അച്ഛാ. പോയി കുളിച്ച് വല്ലതും കഴിക്കുക. എപ്പോ വന്നു? കാലത്ത്. പുതിയ ജോലിയും ചുറ്റുപാടും ഒക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. ഏതായാലും ശാരീരികമായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. മാനസികമായിട്ടും ഇല്ല. അന്നും ഇന്നും ഞാൻ ഒരുപോലെ തന്നെയാണ്. അപ്പോ ഞാൻ മാറിയെന്നാണോ? ഒരുപോലെയാണ്. അയച്ച കത്തിന് ഒരു മറുപടി കിട്ടാൻ പോലും അർഹതയില്ല എനിക്ക്. നന്ദിനിയുടെ കത്തുകൾക്ക് ഞാൻ മനഃപൂർവ്വം മറുപടി അയക്കാതിരുന്നാണ്. നന്ദിനിയെ ഞാൻ സ്നേഹിക്കുന്നു. പക്ഷേ നന്ദിനി വിചാരിക്കുന്ന പോലല്ല, ഒരു സഹോദരിയായി മാത്രം. എന്റെ ദുഃഖം മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചിരിക്കുമ്പോഴൊക്കെ എന്റെ മനസ്സ് കരയുകയായിരുന്നു. നന്ദിനിക്കറിയാമോ, ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ജോലി കിട്ടി ഞാൻ ആ ഗ്രാമത്തിൽ ചെന്നപ്പോ സുഹൃത്തിനെ കണ്ടുമുട്ടി. അയാളുമൊത്ത് ഞാൻ വീട്ടിലേക്ക് ചെന്നു. ജാനു, ജാനു, കുറച്ച് കാപ്പി ഉണ്ടോ? ഏതോ ഒരു ഉറക്കമാടാ, ഒന്ന് എഴുന്നേക്കറാവേ. പിന്നെ ഇവിടെ പട്ടണത്തിലെ പോലൊന്നുമല്ല. ഒരു വീട് കിട്ടാൻ വലിയ പ്രയാസമാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇവിടെ താമസിക്കാം. പക്ഷേ സൗകര്യമൊക്കെ അല്പം കുറവായിരിക്കും. അതൊക്കെ ഒരു ബന്ധപ്പാടല്ലേ ഭാസ്കര? ആർക്ക്? എനിക്കോ? എനിക്ക് ആരും ബന്ധപ്പാടുമില്ല. എന്താ ചെയ്യാ? തമാശയായിരിക്കുന്നില്ലയോ? ഒറ്റ പോലും ആരും പറിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അറിയാതെ ആരെങ്കിലും ഒന്ന് പറിച്ചു വന്നിരിക്കട്ടെ, ഉടൻ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യും. കൊള്ളാമല്ലോ. ഏതായാലും തൽക്കാലം വേണമെങ്കിലും ഒന്ന് പറിച്ചു. വേണ്ട. ഭാസ്കര, എന്തായാലും എനിക്കൊരു വീട് കിട്ടിയേ പറ്റൂ. അതെന്താ? എന്റെ വീട്ടിലെ താമസം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ടല്ല, എന്റെ അവിടുത്തെ താമസം നിന്റെ സഹോദരിക്കും മറ്റും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നിനക്കങ്ങനെ തോന്നാൻ കാരണം? ഞാൻ നിന്റെ വീട്ടിൽ താമസമാക്കിയിട്ട്
അവൾ ഇതുവരെ എന്നോടൊരു പരിചയഭാവം പോലും കാണിച്ചിട്ടില്ല. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടി പറയാറുമില്ല. നീ മനസ്സിലാക്കി കാണുമെന്നാണ് ഞാൻ കരുതിയത്. അവൾ ആരോടും സംസാരിക്കാറില്ല ജയ. അവൾ ഊമയാണ്. ജാനു, ജാനു, ഞാൻ എന്നും കണി കാണാറുള്ളത് റോസാപ്പൂവും അതിനേക്കാൾ മനോഹരമായ നിന്റെ മുഖവുമാണ്. ഇന്ന് അത് രണ്ടും ഉണ്ടായില്ല. നിനക്കറിയാമോ, എല്ലാം തികഞ്ഞതായിട്ട് ഈ ലോകത്ത് ഒരു വസ്തുവുമില്ല. നീ വിഷമിക്കാതെ, നിനക്കൊരു കുറവുമില്ല. ഞാനല്ലേ പറയുന്നത്. വല്ലാത്ത തലവേദന, തീരെ സുഖമില്ല. ക്ഷമിക്കണം ഭാസ്കര. ജയൻ, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ തെറ്റ് ഞാൻ തിരുത്തും. ജാനുവിനെ ഞാൻ വിവാഹം കഴിക്കും. പിന്നെ നീ അച്ഛനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ബഹുമാനക്കുറവൊന്നും കാണിച്ചില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അച്ഛനനുസരിക്കലാണ് ഒരു പുത്രന്റെ ധർമ്മം. താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും കേട്ടിട്ടുണ്ടോ? അത് ശ്രീരാമനല്ലേ? നിങ്ങൾ എന്തിനാ അവന്റെ മുഖത്ത് ആട്ടുന്നത്? എന്നാ നിന്റെ മുഖത്താട്ടാ. നിങ്ങളിങ്ങനെ വാശി പിടിക്കരുത്. എടി ശങ്കുണ്ണിവനെ വാശി പിടിച്ച് നടത്തിയിട്ടേ ഉള്ളൂ. അച്ഛൻ എന്തു പറഞ്ഞാലും ശരി, ഞാൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കും. എന്താ? നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലെന്താ? നോക്കിയാലെന്താ? നല്ല സ്ത്രീധനം കിട്ടണം. എനിക്ക് ആവശ്യം പണമാ. കൊറേയൊക്കെ മക്കളുടെ ഇഷ്ടവും നോക്കിയേ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് അവിടെ വരെ ഒന്ന് പോയി അന്വേഷിച്ചുകൂടെ? അവന്റെ ഇഷ്ടവും നമ്മൾ നോക്കിയില്ലെന്ന് വേണ്ട.
ഇന്ന് വരെ നീ പറഞ്ഞതെല്ലാം അനർത്ഥത്തിലേ കലാശിച്ചിട്ടുള്ളൂ. ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ചു കളയാം. ഈ പുരയിടം കൂടാതെ മറ്റു വരുമാന മാർഗങ്ങൾ എന്തൊക്കെയുണ്ട്? കുറച്ച് നെൽകൃഷിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പറഞ്ഞു പോലെ ചോദിക്കാൻ മറന്നുപോയി. ഭാര്യയും കുട്ടികളൊക്കെ ഇവിടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കൃഷികാര്യാദികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര ഏക്കറുണ്ട്? ഏക്കറൊന്നുമില്ല, ഒരു 30 സെന്റ് വരും. കാപ്പു അങ്ങ് പോകാതെ. മോളുടെ പേരെന്താ? ജാനകി. ഞാൻ ജാനു എന്ന് വിളി. ഇന്നത്തെ കാലത്ത് കൂടുതൽ പഠിച്ചതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. എന്നാലും ചോദിക്കണമല്ലോ. മോൾ ഏത് ക്ലാസ് വരെ പഠിച്ചു? അവള് നോക്കില്ല. ജയൻ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങളെ കൂടെ ഇറങ്ങി തിരിച്ചത്. അവൾക്ക് സംസാരിക്കാൻ കഴിവില്ല. എന്ന് വെച്ചാൽ അവൾ ഊമയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണടി? നിന്റെ അല്ലേ മോനെ ഈ നാക്കും മൂക്കും ഇല്ലാത്തതൊക്കെ കിട്ടുള്ളൂ. നിന്റെ ഒക്കെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചാൽ എന്നെ വേണ്ടി അടിക്കാൻ. സ്ത്രീനായകത്വം, ശിശുനായകത്വം, ബഹുനായകത്വം, ഇത് മൂന്നും ഉള്ളടം നശിപ്പാ. ഇവിടെ വസ്തുക്കളെ പുളിങ്കുരു പോലെ കാശെണ്ണി കൊടുത്ത് എന്റെ ചെറുക്കനെ പഠിപ്പിച്ച് നാക്കും മൂക്കും ഇല്ലാത്തതിനെ കെട്ടിക്കാനല്ല. ഇനി അന്ന് പറഞ്ഞ ചെറുക്കനെ ഇവിടെ താമസിപ്പിച്ചത് ഞാൻ ജയേന്ദ്രനല്ല, അവന്റെ തന്തയാ. തന്റെ പെങ്ങള് ജലമാകാതിരിക്കുകയാണെങ്കിൽ ആ പറക്കോട്ട് അന്തിച്ചെന്നെ കൊണ്ടിരുത്ത് പണി. എന്റെ കരച്ചില് നീ കാരണമായി ഞാനിതൊക്കെ കേൾക്കേണ്ടി വന്നത്. അച്ഛനമ്മയില്ലാത്ത നിന്നെ ഞാൻ വളരെയധികം താലോചിച്ചു. അതിന്റെ ഫലം എനിക്ക് കിട്ടായി. നീ എന്നെ പറയുന്നു. കാര്യങ്ങളെല്ലാം നീ പറഞ്ഞ പോലെ തന്നെ തീരുമാനിച്ചു. നിന്റെ ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. അവരുടെ തറവാട്, ധനസ്ഥിതി, പെരുമാറ്റം എന്ന് വേണ്ട എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പെൺകുട്ടിയാണെങ്കിൽ അതീവ സുന്ദരി, നിനക്ക് ചേർച്ച തന്നെ. പിന്നെ അവളുടെ സംസാര രീതിയാണെങ്കിൽ നമ്മൾ കേട്ടിരുന്നു പോകും. എടാ, ആണും പെണ്ണും കിട്ടവനെ ഒരു കിട്ടിയുള്ളൂ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ വിവാഹം ഞാൻ നടത്തില്ല. കല്യാണം എനിക്കല്ലേ, അത് ഞാൻ തീരുമാനിച്ചോളാം. ഇനി പണി നീ ചവിട്ടി പോകരുത്. പിന്നെ അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്? നീ പോയാ പറഞ്ഞു ചേർത്തല കാളി. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. അച്ഛൻ പറയുന്നതിലും കാര്യമില്ലേ മോനെ? നിനക്ക് ആ പെണ്ണിനെ അല്ലാതെ വേറെ ആരും കിട്ടില്ലേ? എടാ മോനെ ഒന്ന് നിക്കടാ. അമ്മ പറയുന്ന നീ ഒന്ന് കേക്ക്. എന്റെ വാശി നടക്കും, ഞാനും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? അമ്മ സമാധാനമായിട്ടിരിക്കും. നന്ദിനി പറയൂ, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ കഴിയുമോ? അല്ല, ഈ കിടപ്പിന്റെ അർത്ഥം എന്താടി? എത്ര ദിവസം ഇങ്ങനെ കിടക്കും? ടേക്ക് ഇറ്റ് ഈസി. ഓ, ഒരു പ്രേമം തകർന്നെന്ന് വെച്ച് ഇത്ര ദുഃഖിക്കാൻ എന്തിരിക്കുന്നു? ആട്ടെ, നീ എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആകും. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നു. ആ വേണുവിനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. ബീച്ചിലെ സംഭവത്തിന് ശേഷം അവന്മാരെല്ലാം കൂടെ ചേർന്ന് ആ വേണുവിനോട് ശരിക്കും പകപോക്കി. പോർ ഫെല്ലോ.
കാരണക്കാരി നീയാണെന്ന് അറിയാമല്ലോ. ഞാൻ എന്ത് ചെയ്തു? നിന്നെ സഹായിക്കാൻ വന്നതുകൊണ്ടല്ലേ അയാൾക്ക് ഇതൊക്കെ പറ്റിയത്. നീ അയാളെ പോയി കാണണം. ഇറ്റ്സ് എ മോറൽ ഡ്യൂട്ടി. എഴുന്നേൽക്കൂ, എഴുന്നേക്കൊന്ന്. എന്താ ആരും ഒന്നും മിണ്ടാത്ത്? ആ അത് പോട്ടെ, നാരങ്ങ മുന്തിരിങ്ങ തുടങ്ങിയ രോഗീയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? അതൊക്കെ മര്യാദക്കാരായ രോഗികൾക്കാ. ആട്ടെ, തല്ലുകൊണ്ടപ്പോ നിന്റെ ഈ കറാട്ടൊക്കെ ഇവിടെ പോയി? കരാട്ടെ എനിക്ക് മാത്രം അറിഞ്ഞാൽ മതിയോ? അവർക്കും അറിയണ്ടേ? നന്ദിനി എന്തിനാ ചിരിക്കുന്നത്? ഓ, എന്റെ ഈ അവസ്ഥ കണ്ടിട്ടായിരിക്കും അല്ലേ? അയ്യോ, അതൊന്നുമല്ല. ഏതായാലും കിട്ടേണ്ടത് കിട്ടിയില്ലേ, ഇപ്പൊ അനുഭവിച്ചോ. ആ അതിരിക്കട്ടെ, ഇപ്പൊ വേദന കുറവുണ്ടോ? ശാരീരികമായ വേദനക്കല്ലേ മരുന്നുള്ളൂ. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ നമ്മളെ ബോറടിച്ചു കൊല്ലും. നമുക്ക് പോവാം. വേണു റെസ്റ്റ് എടുക്കൂ. ഓക്കെ നന്ദിനി, സോറി, നന്ദി, വീണ്ടും വരിക. ബൈ. ആ ബിന്ദു, കാൽ ശരിക്ക് വെക്കൂ. എവിടെ? 1 2 തെയ്യ തെയ് 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 തെയ്യ തെയ് 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 തെയ്യ തെയ് തെയ്യ തെയ് തെയ്യ തെയ് തെയ്. ബിന്ദു, കാല് നേരെ വെക്ക്. തെയ്യ തെയ് തെയ്യ തെയ്. ഇത് നന്ദിനി പ്രതീക്ഷിച്ചിരിക്കില്ല. എന്തോ എന്റെ മനസ്സിൽ എഴുതാൻ പ്രേരിപ്പിച്ചു. ഞാൻ നന്ദിനിയെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. സ്നേഹിക്കാൻ എനിക്കറിയൂ. നന്ദിനി എന്നെ മനസ്സിലാക്കുമോ എന്തോ. പ്രേമലേഖനം എഴുതുന്ന ഭാഷ എനിക്ക് വശമില്ല. ഒരുപാട് പറയാനുണ്ട്. ആരോ പറഞ്ഞതുപോലെ certain things can best be said by being left unsaid. വിരോധമില്ലെങ്കിൽ ഒരു മറുപടി അയക്കുക. എവർ യു വേണം.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അസുഖമൊക്കെ മാറിയല്ലോ? ശരീരത്തിൻ്റെതാണെങ്കിൽ മാറി. ആ, ഞാനും ആ വഴിക്കാ പോകുന്നു. വിരോധമില്ലെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ആ, പിന്നെ സൂക്ഷിച്ചു. എന്താ ശ്രീമതി ഇത്ര ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നോട് ഇത്രയധികം അടുത്തുപോയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടായിരിക്കും. അയ്യോ, അതൊന്നുമല്ല. പിന്നെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ബി ഹാപ്പി, കം ഓൺ. രാധാമണി, എടി രാധാമണി, എന്തിനാടി കൊച്ചു കരയുന്നത്? പാല് കൊടുത്തില്ലേ? പാല് വാങ്ങിച്ചോണ്ടോ? കാശിതാ. വേറൊന്നും വേണ്ടേ? ആ, ഒരു കുപ്പിയും എടുത്തു. എന്തിനാ, കള്ളു വാങ്ങാനോ? എന്റെ വീട്ടിലായിരുന്നപ്പോൾ കൊച്ചിന് നേരത്തിനും കാലത്തിനും മുട്ടയും പാലും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ. എന്നാലേ അങ്ങോട്ട് പോരുതോ? ഉണ്ണി, ബീഡിയും തീപ്പെട്ടിയും വാങ്ങിച്ചില്ലേ? എന്റെ കാശുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ എവിടുന്നാടോ കാശ്? ഇത് കടം വാങ്ങിയതാ. ബീഡി കടം കിട്ടൂലേ? ഇല്ല. ഓ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കിട്ടൂല. ഓ, എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. വേണ്ട, താങ്ക്സ്. അതുകൊണ്ടായി ശരീരം ക്ഷീണിക്കുന്നത്. തിന്നണം, നന്നായി തിന്നണം. എനിക്ക് ഈ കുഴലിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഉപയോഗിക്കാനാണല്ലോ തരുന്നത്. തരുന്നതെല്ലാം ഉപയോഗിക്കരുത്. നമുക്ക് പോകാം. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? ഒരു ഉത്സവ പ്രോഗ്രാം. കാണേണ്ടതാ. നന്ദിനി റെഡി ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, മോഹൻകുമാറും സിസിലും ഒക്കെ ഉണ്ട്. നമുക്ക് പോകാം. എന്താ? Come on. ശരിയായോ? ബൈക്ക് കാലത്ത് ശരിയാവും. നമുക്ക് നാളെ പോകാം. അയ്യോ, വാർഡൻ വല്ലതും പറയും. നമുക്ക് ബസ്സിലെങ്കിലും പോകാമായിരുന്നു. അതിന് ബസ് വേണ്ടേ? ബോറടി മാറ്റാൻ വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ഈരനായ നദിയുടെ മാറിൽ ഈ വിടുന്ന നീർക്കുമിളകളിൽ ഓടിയെത്തും. എന്നോട് പിണക്കാണോ? ഓഹോ, നന്ദിനിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ഇത്ര അടുത്തിടപഴകിയപ്പോ നന്ദിനി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്നാ ഞാൻ കരുതിയത്. ക്ഷമിക്കൂ, തെറ്റെന്തേലാണ്. ഇനി ഒരിക്കലും നന്ദിനി ഞാൻ ഉപദ്രവിക്കില്ല. നന്ദി കിടന്നോ, ഞാൻ പുറത്ത് വരാന്തേ കിടക്കാം.
ഇതിലൊക്കെ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? എന്തായാലും നമ്മൾ വിവാഹിതരാകാൻ പോയല്ലേ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. ഡിസ്ഗ്രേസ്. കുട്ടികളുടെ ഇടയിൽ ഇതൊരു പാട്ടായി തീർന്നിരിക്കുന്നു. ഇവിടെ തുടർന്നു പോകാൻ ഈ സ്ഥാപനത്തിന്റെ നിയമം അനുവദിക്കുന്നില്ല. നോ, ഇതിലെനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഐ എം ഹെൽപ്ലെസ്. നന്ദിനിക്ക് പോകാം. ഐ ഫീൽ സോറി ഫോർ യു. നീ എപ്പോ വന്നു? ചേച്ചി ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമെന്നാ. അച്ഛൻ എങ്ങനെയുണ്ട്? ചേച്ചി എന്താ ഒരെഴുത്ത് പോലും വായിക്കാഞ്ഞത്? സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ഉണ്ണി. എന്നിട്ടെന്താ അറിയിക്കാഞ്ഞത്? ഇത്ര വേഗം ചേച്ചി ഞങ്ങളെയൊക്കെ മറക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പോന്നു ചേച്ചി. മോളെ, നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമുക്ക് ഈ കണ്ടുമൊക്കെ നടന്നോളൂ. എന്താ ഇത്? നന്ദിനി, പ്ലീസ് നന്ദിനി, പ്ലീസ് കരയാതിരിക്കുക. നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്? ഉണ്ണി, ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? ചേച്ചി ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. ആ, നീ ഇതൊന്നും അച്ഛനോട് പറയരുത് കേട്ടോ. ഞാൻ പോട്ടെ സാർ. പോയിട്ട് കുറെ നാളായി. അത് വേണു നടന്നുകൂടെ? അറിഞ്ഞിട്ടെന്താ കാര്യം? എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കണ്ടേ? വേണു ഇത്രക്കാരനാണ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾക്കൊന്ന് സംസാരിച്ചാൽ എന്താ? ആ, ഞാൻ സംസാരിച്ച് നോക്കാം. എന്താ ഉണ്ണി, പഠിത്തമൊക്കെ നിർത്തി കൊട്ടാനറിയായിരിക്കാന്നോ? അച്ഛൻ തീരെ കിടപ്പില്ല. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തു പറ്റി? തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ 11-ാം പൂരത്തിന് കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ തളർന്നു വീണു. ചേച്ചിയുടെ കത്തും പണമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെന്താ നീ ഒന്നും മിണ്ടാത്തത്? അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് വയസ്സുകാലം. ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ നന്ദിനി, അച്ഛന്റെ അമ്മയും സമ്മതം വാങ്ങി വിവാഹം ഉടനെ നടത്താം. വിഷമിക്കാതെ, ഞാനല്ലേ പറയുന്നത്. വേണു, ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധിയാണിത്. ഐ നോ നന്ദിനി, ഐ നോ ഇറ്റ്. പ്ലീസ് എന്നെ വിശ്വസിക്കൂ. വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പിന്നെ ശരി, നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം നടത്താം.
വേണു എവിടെ? അവൻ സ്ഥലം വിട്ടിരിക്കുന്നു. ബാങ്കിൽ അന്വേഷിച്ചോ? അന്വേഷിച്ചു. 3 മാസത്തെ ലോങ് ലീവാ. എന്നോട് ഇത്രയധികം അടുത്തുപോയത് തെറ്റാണെന്ന് തോന്നുന്നു. അയ്യോ, അതൊന്നുമല്ല. ഞാൻ പുറത്ത് വരാന്തേ കിടക്കാം. നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്താം. പരിചയപ്പെട്ടില്ലല്ലോ. നന്ദിനി. പക്ഷേ പാവമാണ് കേട്ടോ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ വേണുവിന്റെ ആരാ? അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരെയും കണ്ടു. വേണു അത്ര നല്ലവനല്ല. എന്റെ ഇന്നത്തെ ജീവിതം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ബസ് വന്നു, ഞാൻ പോട്ടെ. നന്ദിനി വിഷമിക്കാതിരിക്കും. ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു, സംഭവിക്കുന്നത് മറ്റു പലതുമാണ്. സമാധാനമായിരിക്കും. ഏതായാലും വേണുവിനെ ഞാനൊന്ന് കാണട്ടെ. ചേട്ടനെ പോകുന്നു. കുറെ നേരമായി. നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നോട് സംസാരിക്കാൻ ഒരു മുഖവരിയുടെ ആവശ്യമുണ്ടോ? ഇതിന് ചിലപ്പോ വേണ്ടിവരും. നിന്റെ വിവാഹത്തെ പറ്റിയാണ്. ഓ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. ആദ്യം നീ ഒരു കല്യാണം കഴിക്കുക,
സാധാരണ ചേട്ടന്മാരുടെ കല്യാണം കഴിഞ്ഞ് അനിയന്മാർ കല്യാണം കഴിക്കുന്നത്. അതുവരെ കാത്തു നിന്നാല് വിവാഹത്തിന് മുമ്പ് തന്നെ ഇവനൊരു അച്ഛനായെന്ന് വരും. പാവപ്പെട്ടൊരു പെണ്ണിനെയും വഴിയൊഴിപ്പിച്ചിട്ട് ഒളിച്ചോടി പോന്നേക്കുക അമ്മയുടെ ഓമനപുത്രൻ. എന്തൊക്കെയാടാ കേൾക്കുന്നത്? ചേട്ടനായി പോയത് കൊണ്ട് എന്ത് തോന്നിയാസം പറയാന്ന് വിചാരിക്കരുത്. എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരു സത്യമില്ലെന്നാണോ? ഈ ഫോട്ടോ നിനക്ക് പരിചയം? ഈ കയ്യക്ഷരം നിന്റെ അല്ലേ? നീ അവളെ സ്നേഹിക്കുക മാത്രമല്ല നശിപ്പിക്കുകയും ചെയ്യും. ഞാനാണ് നശിപ്പിച്ചതെന്ന് ചേട്ടനെങ്ങനെ അറിയാം? ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ടോ? ചേട്ടന് CID പണിയൊന്നുമില്ലല്ലോ. ഒരു ഫോട്ടോ വെച്ചുകൊണ്ടൊന്നും എന്നെ ഭീഷണിപ്പെടുത്താന്ന് കരുതണ്ട. ഏതാ മോനെ ഈ പെങ്കൊച്ച്? അമ്മ കണ്ടിട്ടില്ലേ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മാരാരുടെ മകൾ നന്ദിനിയെ? അവള് ജോലി ചെയ്യുന്ന സ്കൂളിനടുത്താ ഇവനും ജോലി. ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് എനിക്കറിയാം. ഇതൊക്കെ സാധാരണമല്ലേ? ചേട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു പല മാർഗമുണ്ടല്ലോ. എടാ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. കണ്ടവരുടെ ഗർഭം ഏറ്റെടുക്കല്ല എന്റെ ജോലി. അതുപോട്ടെ, നന്ദിനിയുടെ കാര്യത്തിൽ ചേട്ടൻ എന്താണ് ഇത്ര താല്പര്യം? എടാ, വീട്ടുകാരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. നന്ദിനി പാവമാ. അവൾ പാവമാണെന്ന് എന്നേക്കാൾ കൂടുതൽ ചേട്ടൻ അറിയാമെങ്കിൽ അവളുടെ ഗർഭത്തിന് ഇത്ര ഞാനായിരിക്കില്ലല്ലോ. അനാവശ്യം പറയണം. ചെറുപ്പം മുതലേ അനുസരണ ഇല്ലാതെ നടന്ന് കണ്ട തോന്നിയാസം എല്ലാം പഠിച്ചു. ജയേന്ദ്രമാസു നിന്റെ വീട്ടിൽ പോരാറില്ലേ? നിനക്ക് നല്ല കോളായിരിക്കും. നിനക്ക് എന്താണ് അറിയണ്ടേ? മേലിൽ ആവർത്തിച്ചാലുണ്ടല്ലോ. പെൺകുട്ടികളുടെ ശാപം കൊണ്ട് ഈ വീട് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. അമ്മയ്ക്ക് എന്താ വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടന്ന് തമ്മി തല്ലിയാൽ എങ്ങനെയാ? ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ അമ്മയുടെ മൂത്തമാര് പഠിച്ചിട്ടൊന്നുമല്ല. ആ പെങ്കൊച്ച് നല്ല ഐശ്വര്യമുള്ള ഒരു പെണ്ണ. എന്താ സാർ? അപ്രതീക്ഷിതമായി ഈ എഴുത്ത് കിട്ടുമ്പോൾ ഞെട്ടരുത്. ഈ വിവാഹത്തിന് എനിക്കിഷ്ടമല്ല, അച്ഛന് പ്രത്യേകിച്ചും. പിന്നെ തല്ലി എന്നെ കൊണ്ട് നന്ദിനി വിവാഹം കഴിപ്പിക്കാമെന്നുള്ള ധാരണ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇനിയെങ്കിലും അത് തിരുത്തുക. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു, ഇത്രമാത്രം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ശരിയായോ ചേച്ചി? ഞാനിപ്പോ വരാം. എന്താ ചേട്ടാ? എന്തു പറ്റി? വേണുവിന് ഈ വിവാഹം ഇഷ്ടമില്ലായിരിക്കുമല്ലേ? മുഹൂർത്തത്തിന് തന്നെ ഈ വിവാഹം നടക്കും. നന്ദിനിയെ ഞാൻ വിവാഹം കഴിക്കും. ഇവിടെ കെട്ടി വലിക്കുന്ന അവിടെ വന്നിരിക്കുന്നത്. എന്റെ ഈ തറവാടിന്റെ ചെത്തിയ മിറ്റത്ത് ഞാൻ കേട്ടത്തില്ല. ഇറങ്ങണം, ഇറങ്ങി. ഇവള് കാരണം ആ മാരാര് പാവം തളർവാദവും പിടിച്ച് കിടപ്പിലായി. ഇവക്കൊക്കെ നാളുണ്ട് അനിയന്റെ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് ചേട്ടന്റെ ഭാര്യയാകാൻ.
എന്താ അമ്മിണി? ചേച്ചിയെ കാണുന്നില്ല സാർ. ഏ? സാർ 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 എന്ത് പറ്റി ഉണ്ണി? നീ ഇന്നലെ എവിടെയായിരുന്നു? വേണുവീട്ടിനെ കാണാൻ പോയിരുന്നു. ശല്യമായല്ലോ. ആരാ കയറി ഇങ്ങനെ മുട്ടുന്നത്? പ്രതീക്ഷിച്ചില്ലായിരിക്കും. എന്താ കാര്യം? എന്നെ മനസ്സിലായില്ലേ? നാടകം കളിക്കാതെ കാര്യം പറയണ തീർക്ക. നന്ദിനിയുടെ അനിയനാണ് ഞാൻ. എന്തിനാണ് അവ സാർ ഇങ്ങോട്ട് വന്നത്? എനിക്ക് രണ്ടെണ്ണം അറിയണം. ഒന്ന് പോടാ. കാര്യം അറിയാൻ വന്നിരിക്കുന്നു. നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബം തകർന്നു. ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്റെ ചേച്ചി ആത്മഹത്യ ചെയ്യും. ബന്ധപ്പെടുന്നവരെയെല്ലാം വിവാഹം കഴിക്കാൻ ഞാനാരെ ശ്രീകൃഷ്ണനോ? നിന്റെ ചേച്ചി അത്ര വലിയ പതിവ്രതയൊന്നുമല്ല. വല്ലവന്റെയും കൂടെ കടന്നിട്ട് എന്റെ കെട്ടിയാക്കാൻ നോക്കുന്നു. എന്ത് പറഞ്ഞടാ? എന്ത് പറഞ്ഞടാ? സാർ എന്നോട് ക്ഷമിക്കണം. സാറിനെ കണ്ട് മാപ്പ് വരാനാണ് ഞാൻ വന്നത്. ഇവൻ തന്നെയാണോ? അതെ. അച്യുനാർ